കോൺഗ്രസ് ഈ വിഷയത്തെ നേരിടാൻ രാഷ്ട്രീയ പ്രതിരോധമുയർത്തുന്നത് സസ്പെൻഷൻ നടത്തി എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് കിരൺ ബാബു നമുക്കൊപ്പമുണ്ട്. കിരൺ, കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രതിസന്ധി, അതിൻ്റെ പ്രതിസന്ധി എത്ര ആഴമുള്ളതാണെന്ന് നമുക്ക് കൂടെ ബോധ്യമാവുന്നുണ്ട്. നേതാക്കളുടെ എല്ലാം മുഖഭാവങ്ങളിലും ശരീരഭാഷയിലും അത് പ്രകടമാണ് താനും. എന്തായാലും ഇനി ഞങ്ങൾക്ക് രാഹുലുമായി ബന്ധമില്ല, പാർട്ടി തലത്തിൽ ഉണ്ടായിരുന്ന ബന്ധം മുറിച്ചു സസ്പെൻഷനിലൂടെ എന്ന വാദമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ കോൺഗ്രസ് വയ്ക്കുന്നത്. പക്ഷേ MLA സ്ഥാനം എന്നത് പ്രതിസന്ധിയായി ഇപ്പോഴും തുടരുന്നു. രാജി ആവശ്യപ്പെടാനാവില്ല, കാരണം ബൈ ഇലക്ഷൻ വരും. ഈ കോൺഗ്രസിൻ്റെ ഒരു അസാധാരണ പ്രതിസന്ധിയാണ്. ഈ നിലപാടെടുത്ത് കോൺഗ്രസിന് എത്ര ദിവസം മുന്നോട്ട് പോകാനാകുമെന്നൊരു പ്രതിസന്ധി കൂടിയില്ലേ? പ്രത്യേകിച്ച് ഇടതുപക്ഷവും BJPയും രാജിയും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിസന്ധി നടത്തുമ്പോൾ അതിന് ഒരു സൈഡിൽ മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസ് തന്നെയാണ്. സജിത്ത്, കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു KPCC അധ്യക്ഷൻ. തൽക്കാലം എന്തായാലും MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കിയത്. അദ്ദേഹം കാര്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഈ പറയാനുള്ളത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ച് വാർത്താ സമ്മേളനം നിർത്തുകയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് സജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ആ പ്രതിസന്ധി മുന്നിലുണ്ട്. MLA സ്ഥാനം രാജിവെപ്പിക്കേണ്ടല്ലേ എന്നുള്ള ചോദ്യം നാനാഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളാകെ ആ ആവശ്യം ഉന്നയിച്ച് ശക്തമായി തന്നെ സമരരംഗത്തും ഒക്കെ ഉണ്ട്. അവർ ആവർത്തി ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ രീതിയിലുള്ള അത്തരം ഒരു ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം നേതാക്കന്മാർക്ക് പൊതുവെ അങ്ങനെ ഒരു രാജിയിലേക്ക് പോകണം എന്നതിൽ അഭിപ്രായ സമന്വയമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ രാജിയിലേക്ക് പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകം. പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ അവിടെ BJPക്കും CPMനും കോൺഗ്രസിനും ഒരേപോലെ ജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസിന് മുഖ്യ എതിരാളിയായി നിൽക്കുന്നത് BJP ആണ് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു രാജി വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ സാങ്കേതികമായി 6 മാസ കാലയളവുണ്ടെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിയും. സ്വാഭാവികമായും നമുക്കറിയാം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പലപ്പോഴും BJP കേന്ദ്ര സർക്കാരുമൊക്കെ രാഷ്ട്രീയമായി അവരെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പീരുമേടിൽ MLA മരിച്ചു, വാഴൂർ സോമൻ മരിച്ചെങ്കിൽ പോലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി എവിടെയും അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പില്ല എന്ന് പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പുള്ള സാധ്യതയുമില്ല. കാരണം ഇപ്പോൾ രാജിവെച്ചാലും ഇനി ഈ മാസം തന്നെ ഇനി പുതിയൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക, അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ പിന്നീട് കഷ്ടിച്ച് 6 മാസം പോലും ഇല്ല. അടുത്ത ഫെബ്രുവരിയിലോ മാർച്ച് ആദ്യമോ ഒക്കെ പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരേണ്ടതുണ്ട്. അപ്പോൾ 6 മാസം പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ സാങ്കേതികമായി വേണമെങ്കിൽ 6 മാസം എന്ന് പറയാം, പക്ഷേ പ്രവർത്തിക്കാൻ 6 മാസം പോലും ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. അങ്ങനെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ സാധാരണഗതിയിൽ നടത്താറില്ല, പക്ഷേ വേണമെങ്കിൽ നടത്താം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് BJP ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാനുള്ള സാധ്യത കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നു. അത് വലിയ അപകടം തന്നെയാണ്. കോൺഗ്രസ് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടെ ഷാഫി പറമ്പിൽ ജയിക്കുന്നു. ആ ഷാഫി പറമ്പിലിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നു, അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു, അവിടെ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ വീഴ്ച കൊണ്ട് മാത്രമാണ്, കോൺഗ്രസ് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയുടെ വീഴ്ച കൊണ്ട് മാത്രമാണ് ഉണ്ടായത്. അത് കോൺഗ്രസിന് വലിയ തരത്തിൽ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത നിയമസഭയിൽ ഒരു ഭരണമൊക്കെ പ്രതീക്ഷിക്കുന്ന UDFനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ പരാജയം സംഭവിക്കുകയും ഒക്കെ ചെയ്താൽ അത് സ്വാഭാവികമായി വലിയ നാണക്കേടാണ്. ഇനി അവിടെ CPM ജയിച്ചില്ല, BJP ജയിച്ചാലും കോൺഗ്രസിനെ സംബന്ധിച്ച് നാണക്കേടാണ്. കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൊണ്ട് BJPക്ക് കൊടുത്തു എന്നുള്ള വലിയ ആക്ഷേപം കൂടി കോൺഗ്രസിന് കേൾക്കേണ്ടി വരും. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിനെ നിയമസഭ വിട്ട് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുമ്പോഴൊക്കെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം കോൺഗ്രസും BJPയുമായ ഒരു ഡീലായിരുന്നു. അവിടെ പാലക്കാട് സീറ്റ് BJPക്ക് കൊടുക്കാം എന്നുള്ളൊരു ഡീലായിരുന്നുള്ള ആരോപണമാണ് പ്രധാനമായും CPM ഉന്നയിച്ചത്. ഇതിനെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വലിയ വിജയത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് എന്തിനാണ് പാലക്കാട് മത്സരിപ്പിക്കുന്നുള്ള ചോദ്യമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോൺഗ്രസിനെ അന്നുണ്ടായിരുന്ന ഒരു എഡ്ജ്, അന്നുണ്ടായിരുന്ന ഒരു ധാർമ്മികമായ ബലം അത് ഇപ്പോഴില്ലാത്തൊരവസ്ഥയുണ്ട്. കോൺഗ്രസിനെ അവതരിപ്പിച്ചൊരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നു. ആ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് സാധാരണ ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാകാൻ കഴിയാത്ത രീതിയിലേക്ക് മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുന്നു. അത് കോൺഗ്രസിനാകെ നാണക്കേട്, ആ ജനപ്രതിനിധിയുടെ മാത്രം നാണക്കേടല്ല, കോൺഗ്രസിനാകെ നാണക്കേണ്ടാവുന്ന ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരാജയം സംഭവിച്ചു അവിടെ BJP ജയിച്ചാലും അവിടെ CPM ജയിച്ചാലും സ്വാഭാവികമായും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDFനും കോൺഗ്രസിനും ആകെ തിരിച്ചടി നൽകുന്ന ഒരു ഘടകമാവും. അത്തരം ഒരു റിസ്ക് എടുക്കാൻ തൽക്കാലം കോൺഗ്രസ് തയ്യാറില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശം പൊതുജനങ്ങൾക്കിടയിൽ നൽകണം. കോൺഗ്രസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ മറ്റൊന്നുകൂടി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPMൽ നിന്നും BJPയിൽ നിന്നും സമാനമായ രീതിയിലേക്ക് ആരോപണം ഉയർന്ന MLAമാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആ MLAമാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു, അവരെ ആരെങ്കിലും ഇതുവരെ രാജിവെപ്പിച്ചോ? സണ്ണി ജോസഫ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാതാണ്, ഞങ്ങൾ കീഴ്വഴക്കങ്ങളെല്ലാം പരിശോധിച്ചു, CPMൽ നിന്നും BJPയിൽ നിന്നും സമാനമായ ആരോപണം ഉയർന്ന ഏതെങ്കിലും ഒരു MLA രാജിവെപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല. MLA സ്ഥാനം രാജിവെക്കുന്നില്ല, അവർ മന്ത്രിസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തോ ഉണ്ടെങ്കിൽ അത് രാജിവെക്കുന്നു. കോൺഗ്രസിൽ വേണമെങ്കിൽ ഒരു പടി കൂടി കടന്ന് പറയാം, അവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു നടപടി പോലും മറ്റു പാർട്ടികളൊന്നും സ്വീകരിച്ചിട്ടില്ല
അറിയിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിനെ ആശങ്കപ്പെടുന്ന ഘടകം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ധാർമ്മികമായി കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ പിന്നാക്കാവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ധാർമ്മികമായി അവിടെ നിൽക്കുമ്പോൾ കോൺഗ്രസിന് വലിയ ചോദ്യം കോൺഗ്രസിന് മുന്നിൽ വരും. നിങ്ങൾ തന്നെ അവതരിപ്പിച്ചൊരു സ്ഥാനാർത്ഥിയല്ലേ, ആ സ്ഥാനാർത്ഥി ഈ തരത്തിലേക്ക് പോയത്, നിങ്ങളുടെ അടുത്ത സ്ഥാനാർത്ഥിയെ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ജനങ്ങൾ ജയിപ്പിക്കും? അത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായി നേരിടേണ്ടി വരും. ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു എതിർപ്പുണ്ടാവും. നിങ്ങൾ കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥി ഇത്ര മോശക്കാരനായിരുന്നു എന്നുള്ള ചോദ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരും. അതെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാണ്. അത് ഒരു പാലക്കാടെ പോലെ ഒരു മണ്ഡലം നഷ്ടപ്പെടുക എന്നതിനപ്പുറത്തേക്ക് വരുന്ന, അത് കഴിഞ്ഞാൽ പിന്നീട് മാസങ്ങൾക്കുള്ളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു തിരിച്ചടിയാണ്. ഇപ്പോൾ നിലവിൽ ഒരു സീറ്റ് അധികമായി പിടിച്ചെടുത്തു എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുമെങ്കിൽ അവിടെ അങ്ങനെയല്ല. നിലമ്പൂർ സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് കഴിഞ്ഞു. വീണ്ടും കോൺഗ്രസിന്റെ സീറ്റ് CPM പിടിച്ചെടുക്കുക അല്ലെങ്കിൽ BJP നഷ്ടപ്പെടുത്തുക, രണ്ട് ചെയ്താലും ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമായി തന്നെ മാറും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തന്ത്രപരമായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോയത് എന്ന് വേണം കരുതാൻ. അത്തരം ചോദ്യങ്ങളൊക്കെ ഇതിനിടയിൽ ഒരു മറുവാദം കൂടി ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ രാഹുലിനെ രാജിവെപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ രാഹുൽ വഴങ്ങുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ കൈവിട്ടു എന്നൊരു കാര്യം കൂടി ഒരു പ്രചരണമായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിനെന്തെങ്കിലും സാധ്യത കാണാനാവുന്നുണ്ടോ? സജിത്ത്, സ്വാഭാവികമായും അത്തരം ഒരു സാധ്യതയൊക്കെ പറയാമെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു നേതാവ് കോൺഗ്രസ് രാജിവെക്കാൻ പറഞ്ഞാൽ രാജിവെക്കില്ല, അതിനെ പരസ്പരം വെല്ലുവിളിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ സസ്പെൻഷൻ അല്ലല്ലോ, വേണമെങ്കിൽ പുറത്താക്കി അടക്കം ചെയ്യാം, ഞങ്ങളുടെ ഇതിൽ ഇല്ല എന്നുള്ളത് അവർക്ക് കൈ കഴുകി മാറി നിൽക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഘട്ടത്തിൽ രാജിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുക. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ചിലപ്പോൾ അയാളുടെ രാഷ്ട്രീയ ജീവിതം ഇനി അവസാനിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം പാലക്കാടോ രാഹുൽ മാങ്കൂട്ടത്തിലോ ഒന്നുമല്ല വിഷയം. അവരെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചുപിടിക്കുക എന്നത് മാത്രമാണ് അവരുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും എല്ലാം ലക്ഷ്യം. അത് മാത്രമാണ്. അത് കഴിഞ്ഞ് മാത്രമേ മറ്റേതെങ്കിലും വിഷയങ്ങളൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അത്തരം ഒരു നീക്കത്തിലേക്ക് പോകാനും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചാൽ 2 ദിവസം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരമൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനും ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് കോൺഗ്രസ് തൽക്കാലം തയ്യാറില്ല എന്നുള്ളതാണ് പ്രായോഗിക രാഷ്ട്രീയം നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാവണം അവർ ഈ തരത്തിൽ നീങ്ങുന്നതെന്നാണ് നമുക്ക് കണക്കാക്കാൻ കഴിയും. കിരണിലേക്ക് വരാം. ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പമുണ്ട്. ശ്രീ ദീപ്തി മേരി വർഗീസ്, രാഹുൽ, ഇന്നലെ താങ്കൾ അടക്കമുള്ളവർ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടെടുത്തതാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആ നിലപാടിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പിന്നോട്ട് പോക്ക് സംഭവിച്ചത്? ഞാൻ അതിൻ്റെ അകത്ത് ഒരു ചെറിയ കറക്ഷൻ പറയുകയാണ്. ഞാൻ പറഞ്ഞത് പാർട്ടി രാജിവെക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വരും എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ വ്യക്തിപരമായിട്ട് അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആദ്യമേ ഞാൻ കറക്റ്റ് ചെയ്ത് പറയട്ടെ. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ കൂട്ടായ തീരുമാനം രാജിയിലേക്ക് പോകും എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് ഇപ്പോ സസ്പെൻഷൻ എന്നുള്ള ഒരു മാതൃകാപരമായ തീരുമാനം പാർട്ടി എടുത്തിരിക്കുകയാണ്. അത് KPCC പ്രസിഡന്റ് ഇപ്പോൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലപ്പോ ഏറ്റവും ചെയ്യാൻ കഴിയുന്ന ഇപ്പോൾ ഈ ഒരു പരാതി, ഒരു ആരോപണം വന്നപ്പോൾ, പരാതി വന്നിട്ടില്ല, ഒരു ആരോപണം വന്നപ്പോൾ ചെയ്യാൻ കഴിയാവുന്നതിന്റെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.